നമസ്കാരം. ഞാൻ ഉണ്ണിമായ കല്ലു. ഇന്ന് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ യാതൊരുവിധ നിലപാടുമില്ലാത്ത ഒരു വ്യക്തിത്വമില്ല അവിടെ നിൽക്കാൻ എനിക്ക് തോന്നുന്നു. എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയതാണ്. ഇന്നൊരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളെന്താണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിന്ന് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്തിനാണ് അവിടെ വന്നത്? ഒരു ടൂർ പോകാനാണോ? അല്ലാതെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ മ്യൂസിയത്തിലോ ഒക്കെ പോകുന്ന അല്ലല്ലോ. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളെന്താണ് പുറത്തേക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്താണ് മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ആവേണ്ടത് എന്നൊക്കെയാണ് നോക്കേണ്ടത്. പക്ഷെ എനിക്കവിടെ തോന്നിയിരിക്കുന്നത്, അവിടെ ഒരു യോഗ്യതയില്ല, എന്തിനാണ് വന്നതെന്ന് പോലും അറിയാത്ത ഒരാളാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രായത്തിൻ്റെ യാതൊരുവിധ മെച്യൂരിറ്റിയും കാണിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റാണ് റെന ഫാത്തിമ. ഞാൻ റെന ഫാത്തിമയെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെന്നൊരു വ്യക്തി മറ്റുള്ളവർക്ക് എന്താണ് കൊടുക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ആവേണ്ടത് എന്നാണ് നോക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ റെന ഫാത്തിമ ഒരിക്കലും മറ്റുള്ളവർക്കൊരു ഇൻഫ്ലുവൻസർ അല്ല. നമ്മൾ ഇൻഫ്ലുവൻസ് ആവേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ബഹളം വെച്ചത് കൊണ്ടോ ഇല്ലെങ്കിൽ എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടോ ഒരിക്കലല്ല ഇൻഫ്ലുവൻസ് ആവേണ്ടത്. നമ്മൾ എന്താണോ എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കി ചെയ്യുന്നു, ടാസ്ക് എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സ് എങ്ങനെ മനസ്സിലാക്കി ചെയ്യുന്നു എന്നുള്ളതാണ്. റെന ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തിക്കാണെങ്കിൽ യാതൊരുവിധ നിലപാടും ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ വെറുതെ ഒരാളെ ചെന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. എന്താണ് അതിൽ എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഒരാളെ ചെന്ന് ഇറിറ്റേറ്റ് ആക്കി അല്ല നമ്മൾ ഫെയിം ഉണ്ടാക്കേണ്ടത്. നമ്മളവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ആവേണ്ട രീതിയിൽ ചെയ്യണം. ഒരുപാട് ബഹളം വെച്ചതുകൊണ്ടല്ല, നമ്മൾ ക്ഷമയെ നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും അത്രത്തോളം നിന്ന് നമ്മൾ കൺട്രോൾ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ക്ഷമയോടെ എപ്പോഴും നിൽക്കുക എന്നുമല്ല, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് പറയാം. അല്ലാതെ വെറുതെ ഒരാളെ ചെന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും അവരൊരു മറ്റുള്ളവർക്കൊരു ഇൻഫ്ലുവൻസ് ആവുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ കുട്ടിയെ അറിയത്ത് പോലുമില്ല. ഇതിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ നോക്കിയത് ഏതാണ് ഈ പുതിയ ഫെയിം എന്നൊക്കെ. അല്ലാതെ പേഴ്സണലി എനിക്ക് ആ കുട്ടി ഞാൻ അങ്ങനെ വീഡിയോസ് അങ്ങനെ ഒന്നും കണ്ടിട്ടു അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് എന്ത് കൊണ്ടാണ് ആ കുട്ടി എടുത്തതെന്ന് വെച്ചാൽ അറിയത്തില്ല. നമ്മൾ എടുക്കേണ്ടത് മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും പ്രചോദനമായ ഒരാളായിരിക്കണം നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെടുക്കേണ്ടത്. അല്ലാതെ വെറുതെ കണ്ടന്റിന് വേണ്ടി വീഡിയോസ് ചെയ്യുന്ന ഒരാളെ അല്ല എടുക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ ഒരുപാട് യോഗ്യതയുള്ള കണ്ടൻറ്റ് തരാൻ പറ്റുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെ എടുക്കേണ്ടതായിരുന്നു. കണ്ടൻറ്റ് ഇല്ലാത്ത ഒരാളെ നമ്മൾ ബിഗ് ബോസിൽ എടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് നമ്മുടേതായ ഒരു നിലപാട് വേണമല്ലോ. അപ്പം നിലപാടില്ലാത്ത ഒരാളെ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ കണ്ടൻറ്റ് തരുന്നില്ല റെന ഫാത്തിമ. വെറുതെ ഓരോരുത്തർ ചെന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു. അനീഷിനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. അതൊക്കെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്കൊരിക്കലും കാണാൻ പറ്റുന്നില്ല. ഒരു ബാഡ് ക്വാളിറ്റി തന്നെയാണ്. ഒരാളടുത്ത് എങ്ങനെയാണ് റെന ഫാത്തിമയ്ക്ക് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും അറിയത്തില്ല. അത് തന്നെ ഒരിക്കലും അറിയത്തില്ല. നമ്മളെല്ലാവരുടെ അടുത്തും ഒരുപാട് ബഹളം വെച്ചതുകൊണ്ടോ ഒന്നൊന്നും നമ്മളൊരു നല്ല വ്യക്തിയാവുന്നില്ല. നമ്മൾ എത്രത്തോളം നമ്മൾ ക്ഷമയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, നമ്മൾ അവരുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഒരുപാട് ബഹളം വെച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മളെങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റുന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ വെറുതെ കണ്ടൻറ്റും ഒന്നും ഇല്ല. റെന ഫാത്തിമയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ യാതൊരു കണ്ടൻറ്റും ഇല്ല. മറ്റുള്ളവരുടെ നിന്ന് കണ്ടൻറ്റ് സൃഷ്ടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അവിടെ നിൽക്കാൻ സത്യത്തിൽ ഒരു യോഗ്യതയും ഇല്ല. വെറുതെ അവിടെ ബിഗ് ബോസ് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കണ്ടൻറ്റ് തരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെയൊക്കെ ബിഗ് ബോസിലെടുത്താൽ നല്ലതായിരുന്നു. പിന്നെ ഒരുപാട് നല്ല നല്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ബിഗ് ബോസിലേക്ക് എടുക്കേണ്ടതായിരുന്നു. കാരണം അവരാണ് മറ്റുള്ളവർക്ക് ഒരുപാട് പ്രചോദനം നൽകേണ്ടത്, ഒരു ഇൻഫ്ലുവൻസ് ആവേണ്ടതും. പക്ഷേ റെന ഫാത്തിമ എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് ആയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, എനിക്കായിട്ടുമില്ല. മറ്റുള്ളവർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ അറിയത്തില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക റെന ഫാത്തിമയെ കുറിച്ച്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ കൊടുക്കുക. കാരണം എന്നാലും ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഓക്കെ, ബൈ.